എല്ലാവർക്കും ശാന്തമായി ഇരിക്കാമല്ലോ. Greetings to you all in the matchless name of our Lord and Savior Jesus Christ. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ നിങ്ങൾക്ക് എന്റെ വന്ദനങ്ങൾ അറിയിക്കുന്നു. We praise and thank God for this blessed opportunity the Lord has given us to gather together for our 71st annual convention. നമ്മളുടെ 71ാമത് വാർഷിക കൺവെൻഷൻ നമുക്ക് ഒന്നിച്ച് കൂടി വരുവാൻ ദൈവം നൽകിയ അനുഗ്രഹീതമായ സന്ദർഭത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. We have been waiting for this convention, praying for this convention, anxiously looking forward to be here today. ഇന്ന് നാം ഇങ്ങനെ ഒന്നിച്ചു കൂടി വരുവാൻ തക്കോണം വളരെ പ്രതീക്ഷയോടെ ഈ കൺവെൻഷന് വേണ്ടി വളരെ പ്രാർത്ഥനയോടെ നാം കാത്തിരിക്കുകയായിരുന്നു. For the past 1 year we have been praying and waiting upon the Lord to be here this evening. ഇന്ന് വൈകുന്നേരം ഇവിടെ ഇങ്ങനെ കൂടി വരുവാൻ കഴിഞ്ഞ ഒരു വർഷം മുഴുവൻ നാം പ്രാർത്ഥിക്കുകയും ദൈവത്തെ കാത്തിരിക്കുകയും ചെയ്യുകയായിരുന്നു. Lord has enabled us to gather together like this evening. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ട് ഇന്ന് വൈകുന്നേരം നമ്മൾ ഇവിടെ കൂട്ടി വരുത്തിയത് കൊണ്ട് നമ്മുടെ കൈകൾക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. First of all, I want to thank God and thank you all for your valuable prayers for me while I was sick. ഞാൻ രോഗിയായിരുന്നപ്പോൾ എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചതിന് നിങ്ങളോട് നന്ദി പറയുകയും കർത്താവിനെ സൗഖ്യമാക്കിയതിന് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു. I believe, as most of you know, I had to undergo an operation and the Lord was with me during that time and He has given me strength thus far to be with you this evening. നിങ്ങൾ പലരും അറിഞ്ഞിരിക്കുന്നത് പോലെ ഞാൻ ഒരു ഓപ്പറേഷന് വിധേയനായി തീരേണ്ടി വന്നു. ആ അവസരത്തിൽ കർത്താവ് എനിക്ക് ആവശ്യമായ കൃപയും ശക്തിയും തന്നു, കർത്താവിനെ ബലപ്പെടുത്തി. അതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. I thank all the believers, all the friends who visited me and also who are praying for me in different places. വിവിധ സ്ഥലങ്ങളിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരും എന്നെ വന്ന് കണ്ടവരുമായ എന്റെ സ്നേഹിതർക്കും വിശ്വാസികൾക്കും ഞാൻ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. I am thankful to all the servants of God who upheld me in your prayers. പ്രാർത്ഥനയിൽ എന്നെ വഹിച്ച കർത്തൃദാസന്മാർക്ക് ഞാൻ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. I can only praise and thank God for everything that the Lord has done for me during the past days. കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവം എന്നോട് കാണിച്ച മഹാകൃപയ്ക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുവാനല്ലാതെ മറ്റൊന്നും എനിക്കിവിടെ പറയുവാനില്ല. The Lord has enabled me to be here along with you to praise and thank God for what He has done for us. നിങ്ങളോടും ഒപ്പം ഇവിടെ വന്നു നിന്നുകൊണ്ട് ഇന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കോണം കർത്താവിനെ ശക്തീകരിച്ചു. അതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. Praise and thank God for His blessings upon all of us during this past year. കഴിഞ്ഞ ഒരു വർഷക്കാലം നമ്മെ എല്ലാവരെയും പരിപാലിക്കുകയും നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്ത ദൈവത്തിന്റെ മഹാകൃപയ്ക്കായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. As I said before, this is the 71st annual convention of the Indian Pentecostal Church of God. ഇന്ത്യൻ പെന്തിക്കോസ്ത് ദൈവസഭയുടെ 71ാമത് ജനറൽ കൺവെൻഷനാണ് ഇന്നിവിടെ ആരംഭിക്കുന്നത്. If we look back in the history of the church, we can see how the Lord brought us thus far. സഭയുടെ ചരിത്രത്തിലേക്ക് നാം ഒന്ന് തിരിഞ്ഞു നോക്കുന്നുവെങ്കിൽ ഇത്രത്തോളം ദൈവം നമ്മെ കൂട്ടിക്കൊണ്ടുവന്ന അവന്റെ വഴികളെ നമുക്ക് കാണുവാൻ കഴിയും. Way back in 1924, a few fathers, our forefathers, a few of them gathered together to worship God in spirit and in truth. 1924 നമ്മുടെ പൂർവ്വപിതാക്കളായ ചുരുക്കം ചില ആളുകൾ ഒന്നിച്ചുകൂടി നമ്മുടെ ദൈവത്തെ ആരാധിപ്പാനും മഹത്വപ്പെടുത്തുവാനും ഇടയായി തീർന്നു. They all belong to the denominational churches, but God filled them with the Spirit of God and gave them new vision to worship God. സാമുദായിക സഭകളിൽ അംഗങ്ങളായിരുന്ന അവർ പരിശുദ്ധാത്മാവിൽ നിറയപ്പെടുകയും സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കണമെന്നുള്ള വെളിപ്പാട് ലഭിക്കുകയും ചെയ്തത് കൊണ്ടാണ് അവർക്ക് കൂടി വരുവാൻ കഴിഞ്ഞത്. A handful of fathers joined together and prayed and worshipped God in spirit and in truth. വളരെ ചുരുക്കം പിതാക്കന്മാർ ഒന്നിച്ചു കൂടി വന്ന് സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിച്ചു. But God began to bless them, bless the
enable them to establish new stations in different places. ദൈവം അവരെ അനുഗ്രഹിച്ചു, അവരുടെ ശുശ്രൂഷയെ അനുഗ്രഹിച്ചു. വിവിധ സ്ഥലങ്ങളിൽ പ്രവർത്തന കേന്ദ്രങ്ങൾ തുറക്കുവാനിടയായി. It was just a fellowship having no name. ആദ്യ സമയത്ത് ഒരു കൂട്ടായ്മ മാത്രമായിരുന്നു, അതിന് പ്രത്യേക പേരില്ലായിരുന്നു. A fellowship of spirit-filled children of God. പരിശുദ്ധാത്മ നിറവ് പ്രാപിച്ച ദൈവമക്കളുടെ ഒരു കൂട്ടായ്മ മാത്രം. That was the beginning in 1924. 1924 ആരംഭകാലങ്ങളിൽ അങ്ങനെയായിരുന്നു. But after a few months, they had to have a name for their fellowship. ചില മാസങ്ങൾക്കുള്ളിൽ തന്നെ അവരുടെ കൂട്ടായ്മയ്ക്ക് ഒരു പേരിടേണ്ടി വന്നു. The first name that they took was the South Indian Pentecostal Church of God. ആദ്യം അവർ സ്വീകരിച്ചതായ പേര് തെന്നിന്ത്യ പെന്തിക്കോസ്ത് ദൈവസഭ എന്നായിരുന്നു. Because then we had worked only in the southernmost part of India. ആ കാലത്ത് തെക്കേ ഇന്ത്യയുടെ ഭാഗങ്ങളിൽ മാത്രമേ അവരുടെ പ്രവർത്തനം ഉണ്ടായിരുന്നുള്ളൂ. But the Spirit of God began to move and work, and the work began to establish in different places of India. പരിശുദ്ധാത്മാവിന്റെ ശക്തിയേറിയ പ്രവർത്തനം ഉണ്ടായിട്ട് ആ പ്രവർത്തനം ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലേക്ക് പകരുവാനിടയായി തീർന്നു. In 1935 they continued using the name the South Indian Pentecostal Church of God. 1935 വരെ തെന്നിന്ത്യ പെന്തിക്കോസ്ത് ദൈവസഭ എന്ന പേരിലാണ് അറിയപ്പെട്ടത്. It was in December 1935 that the council of the South Indian Pentecostal Church of God decided to register the church, and then they decided to change the name also. 1935 ഡിസംബർ മാസത്തിൽ തെന്നിന്ത്യൻ പെന്തിക്കോസ്ത് ദൈവസഭയുടെ കൗൺസിൽ കൂടിയപ്പോൾ സഭ രജിസ്റ്റർ ചെയ്യണമെന്ന് തീരുമാനിക്കുകയും രജിസ്റ്റർ ചെയ്യുമ്പോൾ ഉപയോഗിക്കേണ്ട പേര് ഇന്ത്യൻ പെന്തിക്കോസ്ത് ദൈവസഭ എന്നായിരിക്കണമെന്ന് തീരുമാനിച്ചു. Because work had was enlarged and established in different other parts of India also. അതിന് കാരണം ഇന്ത്യയുടെ പല ഭാഗങ്ങളിലേക്ക് പ്രവർത്തനം അതിനോടകം വ്യാപിച്ചു കഴിഞ്ഞിരുന്നു. So on December 9, 1935, our church was registered by the name the Indian Pentecostal Church of God in Elur, Andhra Pradesh. ആന്ധ്രാപ്രദേശിലുള്ള ഏലൂർ എന്ന സ്ഥലത്ത് 1935 ഡിസംബർ മാസം 9-ാം തീയതി ഇന്ത്യൻ പെന്തിക്കോസ്ത് ദൈവസഭ എന്ന പേരിൽ നമ്മുടെ സഭ രജിസ്റ്റർ ചെയ്യുവാനിടയായി തീർന്നു. God began to move in a marvelous way, and works were established in other places also. കർത്താവിന്റെ ശക്തി കൂടെ ഇരുന്ന് പ്രവർത്തിച്ചതിനാൽ മറ്റു സ്ഥലങ്ങളിലേക്കും നമ്മുടെ വേല വ്യാപിപ്പാനിടയായി തീർന്നു. Praise the Lord for the blessings of God that He bestowed upon us, our church, our forefathers, and all the believers during these past years. നമ്മുടെ പിതാക്കന്മാരുടെ മേലും നമ്മുടെ സഭകളുടെ മേലും നമ്മുടെ പ്രവർത്തകരുടെ മേലും നമ്മുടെ വിശ്വാസികളുടെ മേലും കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം ചൊരിഞ്ഞ ദൈവത്തിന്റെ മഹാകൃപയ്ക്കായി നമ്മുടെ കരങ്ങളുയർത്തി ദൈവത്തെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. Whenever I speak about the enlargement of our church, I always quote one scripture. നമ്മുടെ സഭയുടെ വളർച്ചയെ കുറിച്ച് ഓർക്കുമ്പോഴെല്ലാം ഞാൻ ഓർക്കുന്ന ഒരു വേദഭാഗമുണ്ട്. It's the 6th verse of chapter 4 of the book of Zechariah. സഖറിയാ പ്രവചനം 4-ാം അധ്യായത്തിന്റെ 6-ാം വാക്യമാണത്. Not by might, not by power, but by my spirit, said the Lord of hosts. സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല എന്റെ ആത്മാവിനാൽ അത്രയെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. Not by might, not by power, but by my spirit, said the Lord of hosts. സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല എന്റെ ആത്മാവിനാൽ അത്രയെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. Man can do certain things by his own power. മനുഷ്യൻ അവന്റെ സ്വന്തം ശക്തി കൊണ്ട് ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് വരാം. Kingdoms can do certain things by their mighty forces. അവരുടെ സൈന്യത്തിന്റെ ശക്തി കൊണ്ട് രാജാക്കന്മാർക്ക് പ്രവർത്തിക്കാൻ കഴിയുമെന്ന് വരാം. But the army of this world or the human power cannot do anything for God unless they have the power of God in their lives. ലോകത്തിന്റെ സൈന്യങ്ങൾക്കോ മനുഷ്യന്റെ ശക്തികൾക്കോ ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ ദൈവത്തിന്റെ ശക്തിയാൽ ദൈവത്തിൽ ചെയ്യുവാൻ കഴിയുന്നു. It is God who established this church, and so the Spirit of God is upon this movement, and we know that His Spirit works in a marvelous way in different places. ദൈവത്തിന്റെ ഗമനത്തെ സ്ഥിരമാക്കിയത് കൊണ്ട് ദൈവത്തിന്റെ വേല വിവിധ സ്ഥലങ്ങളിലേക്ക് അത്ഭുതമായി വർദ്ധിച്ചു വരുവാൻ ദൈവം ഇടയാക്കി. We praise God for the many servants of God, hundreds and hundreds of servants of God
different places in India. 100 വേലക്കാര്, 1000 വേലക്കാർ വിവിധ സ്ഥലങ്ങളിൽ, ഇന്ത്യയുടെ പല സ്ഥലങ്ങളിൽ കർത്താവിന് വേണ്ടി അധ്വാനിച്ചു കൊണ്ടിരിക്കുന്നു. അതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. Now we have work established in all the states of India. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഇപ്പോൾ ഇന്ത്യൻ പെന്തക്കോസ്ത് ദൈവസഭയുടെ പ്രവർത്തനമുണ്ട്. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. Now we have work in almost all the major cities of India. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട എല്ലാ നഗരങ്ങളിലും നമ്മുടെ പ്രവർത്തനം ആരംഭിപ്പാൻ ദൈവം ഇടയാക്കിയിരിക്കുന്നു. സ്തോത്രം ചെയ്യാം. Hundreds of towns and villages in India. 100 ഗ്രാമങ്ങളിലും 100 പട്ടണങ്ങളിലും ഇന്ത്യൻ പെന്തക്കോസ്ത് ദൈവസഭയുടെ പ്രവർത്തനം ആരംഭിപ്പാൻ ദൈവകൃപയാൽ ഇടയാക്കി. നമ്മുടെ കൈകോർത്ത് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. Not only that, we have our fellow brothers and sisters in the Gulf countries, in the United States of America, in Canada, and also in Australia. അത് മാത്രമല്ല, ഗൾഫ് രാജ്യങ്ങളില്, അമേരിക്കൻ ഐക്യനാടുകളില്, കാനഡയില്, ഓസ്ട്രേലിയയില് നമ്മുടെ സഹോദരങ്ങൾ ചേർന്ന് നമ്മുടെ പ്രവർത്തനങ്ങൾ ആരംഭിപ്പാൻ ദൈവം ഇടയാക്കി. അതോർത്ത് സ്തോത്രം ചെയ്യുന്നു. Churches have been established and people are worshiping. Our brothers and sisters are worshiping the Lord in spirit and in truth in those foreign nations. ഈ വിദേശ രാജ്യങ്ങളിൽ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന സഭകൾ എഴുന്നേൽക്കുവാൻ ദൈവം ഇടയാക്കി. അങ്ങനെ അവർ ദൈവത്തെ ആരാധിച്ചു വരുന്നു. I praise God for all the children of God, all the members of the Indian Pentecostal Church of God in India and outside India. ഇന്ത്യയിലും വിദേശത്തുമുള്ള ഇന്ത്യൻ പെന്തക്കോസ്ത് ദൈവസഭയിലെ വിശ്വസ്തരായ എല്ലാ സഹോദരി സഹോദരന്മാരെയും ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. But let us not be satisfied by what we have been doing. നാം ഇതുവരെ ചെയ്തത് ഓർത്തുകൊണ്ട് സംതൃപ്തി അടഞ്ഞിരിക്കുവാൻ പാടില്ല. There are thousands and thousands of villages in India alone where the gospel is not preached. ഇന്ത്യയിൽ ഇനിയും 1000കണക്കിന് ഗ്രാമങ്ങൾ ഇതുവരെ സുവിശേഷം കേൾക്കാത്തവരായിട്ടുണ്ട് എന്ന് നാം അറിയേണ്ടിയിരിക്കുന്നു. There is a vast majority of people who have never heard the name of Jesus. യേശുവിന്റെ നാമം ഒരിക്കൽ പോലും കേട്ടിട്ടില്ലാത്ത ബഹുഭൂരിപക്ഷം ആളുകൾ ഈ രാജ്യത്തുണ്ട് എന്ന് നാം മറന്നു പോകരുത്. There are vast areas of unevangelized places throughout India. സുവിശേഷീകരണം ഇതുവരെയും നടന്നിട്ടില്ലാത്ത വിശാലമായ പ്രദേശങ്ങൾ ഈ രാജ്യത്തുണ്ട്. Let me say, from this 71st convention, let us have a new vision, new calling for evangelizing the unevangelized places of India. 71ാമത് ഈ കൺവെൻഷനിൽ ഒരു പുത്തൻ ദർശനം നമുക്കുണ്ടാകട്ടെ, ഒരു പുതിയ കാഴ്ചപ്പാട് നമുക്കുണ്ടാകട്ടെ. സുവിശേഷം ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഇന്ത്യയുടെ ഗ്രാമങ്ങളെ സുവിശേഷീകരിപ്പാൻ ഈ കൺവെൻഷനിൽ നിന്ന് ആത്മഭാരത്തോടെ നമുക്ക് കടന്നു പോകാം. Let us go forward to the unevangelized villages, unevangelized cities, and unevangelized nations and ethnic nations of India, of different types and groups of India. ഇന്ത്യയിലുള്ളതായ വിവിധ ജനവർഗങ്ങള്, വിവിധ ഗ്രാമങ്ങള്, പട്ടണങ്ങള്, സുവിശേഷം ഇതുവരെ കേട്ടിട്ടില്ലാത്ത ജനവർഗങ്ങളുടെ ഇടയിലേക്ക് ഒരു വലിയ മുന്നേറ്റം ഈ കൺവെൻഷൻ മുഖാന്തരം ഉണ്ടാകുവാൻ ഇടയാകട്ടെ. Praise the Lord. Praise the Lord. Praise the Lord. The other day, the brothers from Punjab who came, they told me a certain thing. പഞ്ചാബിൽ നിന്ന് സഹോദരന്മാർ കഴിഞ്ഞ ദിവസം എന്നോട് ചില കാര്യങ്ങൾ പറഞ്ഞു. They are aiming at establishing Indian Pentecostal churches in every pin code areas of Punjab. പഞ്ചാബിൽ നിന്ന് സഹോദരന്മാർ പറഞ്ഞ ഇതാണ്, പഞ്ചാബിലുള്ള പോസ്റ്റ് ഓഫീസിന്റെ പിൻകോഡുകൾ കണ്ടെത്തിയിട്ട് ആ ഏരിയയിൽ, ഓരോ പിൻകോഡുള്ള ഏരിയയിലും ഓരോ പെന്തക്കോസ്ത് സഭ കൂടെ തുടങ്ങുവാൻ തക്കവണ്ണം അവർ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. That is the vision the brothers of Punjab, the Lord gave the brothers of Punjab. പഞ്ചാബിലുള്ള ദൈവമക്കൾക്ക് ദൈവം കൊടുത്തിരിക്കുന്ന ദർശനം അതാണ്. Let me tell you, there are more than 25,000 pin code areas in India. ഇന്ത്യയിലെ പിൻകോഡ് വെച്ച് നോക്കിയാൽ 25,000 പിൻകോഡ് പ്രദേശങ്ങളുണ്ട്. 25,000 നിങ്ങളുടെ കണ്ണുകൊണ്ട് നിങ്ങൾക്കൊന്ന് കാണാൻ കഴിയുന്നുണ്ടോ? Now we say proudly that we have over 2,000 local churches. ഇപ്പോൾ നമ്മൾ വളരെ അഭിമാനത്തോടെ പ്രസ്താവിക്കാറുണ്ട്, ഞങ്ങൾക്ക് 2000-ൽ പരം ലോക്കൽ സഭകളുണ്ട്. And out of that 2,000 local churches, more than 1,000 churches are in Kerala alone. ആ 2000 സഭകളിൽ പകുതിയിൽ കൂടുതൽ
throughout India, Gulf countries and United States of America and other places. ബാക്കി 1000-ൽ-പരം സഭകൾ ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലും ഗൾഫ് രാജ്യങ്ങളിലും അമേരിക്കയിലും കാനഡയിലും ഓസ്ട്രേലിയയിലും ഒക്കെയാണ്. Let us have a new vision. നമുക്കൊരു പുതിയ ദർശനം ഉണ്ടായേ മതിയാകൂ. Let us have the vision to establish a Pentecostal church in every pin code area in India. ഇന്ത്യയിലുള്ള ഓരോ പിൻകോഡ് ഏരിയയിലും ഓരോ സഭ